السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. ദൃഢനിശ്ചയത്തിന്റെ ദിനം എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാകുന്നു. മുഅ്മിനീങ്ങളെ, ലക്ഷ്യങ്ങൾ കൈവരിക്കാനും വിജയങ്ങൾ നേടാനുമുള്ള ഉന്നതമായ ഒരു സ്വഭാവമാണ് ദൃഢനിശ്ചയം. പ്രതിസന്ധികളെ തരണം ചെയ്യാനും തടസ്സങ്ങളെ നീക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ശക്തമായ ഇച്ഛാശക്തിയും ക്ഷമയും ഉള്ളവർക്ക് മാത്രമേ ഈ പതാക ഉയർത്താൻ സാധിക്കൂ. ദൃഢനിശ്ചയം എന്നാൽ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യക്തമായ കാഴ്ചപ്പാടോടും ഉൾക്കാഴ്ചയോടും കൂടി മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ്. അവിടെ ആശങ്കയോ പേടിയോ ഉണ്ടാവില്ല. ഏറ്റവും ഉന്നതരായ പ്രവാചകന്മാർ, അതായത് ഉലുൽ അസ്ം, അവരുടെ പ്രധാന സവിശേഷത ഇതായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഉത്തമമായ മാതൃകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്ം. ആകയാൽ ദൃഢമനസ്കരായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ അങ്ങും ക്ഷമിക്കുക. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നീട് അതിൽ ശങ്കിക്കില്ലായിരുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ്. അല്ലാഹുവേ, കാര്യങ്ങളിൽ സ്ഥിരതയും സൽപാതയിലുള്ള ദൃഢനിശ്ചയവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ദൃഢനിശ്ചയമുള്ളവർ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും തത്വങ്ങളിൽ വിശ്വസ്തരായിരിക്കുകയും ചെയ്യും. ഉന്നതമായ ലക്ഷ്യങ്ങളാണ് അവരെ നയിക്കുന്നത്. അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമാകുമ്പോഴാണ് ഈ ദൃഢനിശ്ചയം വർദ്ധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ നീ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ ഗുണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കുന്നു. ഇബാദത്തുകളിൽ ആരാധനാ നിരതമായ മനസ്സ് നൽകുന്നു. അറിവിൽ വിജ്ഞാനം നേടാനുള്ള പരിശ്രമം നൽകുന്നു. കുടുംബത്തിൽ കെട്ടുറപ്പുള്ള കുടുംബമെന്നും നൽകുന്നു. സമൂഹത്തിൽ ഐക്യവും രാജ്യത്തിന് സംരക്ഷണവും നൽകുന്നു. പരീക്ഷണ ഘട്ടങ്ങളിലെ ദൃഢത പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലുമാണ് ഒരാളുടെ ദൃഢനിശ്ചയം യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. ദൃഢനിശ്ചയമുള്ളവൻ ക്ഷമാശീലനും സഹനശീലനുമായിരിക്കും. അസൂയാലുക്കളുടെ അധിക്ഷേപങ്ങളെ അവൻ അവഗണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. തീർച്ചയായും വല്ലവനും ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാകുന്നു. ആനന്ദം നൽകുന്ന റിസൾട്ടിനെ കുറിച്ചും അനന്തരഫലത്തെക്കുറിച്ചും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള കൂലിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ അസമൽ അംറു ഫലൗ സദഖല്ലാഹ ലകാന ഖൈറൻ ലഹും. പുണ്യസമരം അനുശാസിതമായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചിരുന്നുവെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം. ദൃഢനിശ്ചയത്തിന്റെ പൂർണ്ണത എന്നത് കാര്യകാരണങ്ങൾ കൃത്യമായി ചെയ്യുക എന്നതിലാണ്. നിരാശയെയും മടിയെയും നാം വെടിയണം. നാളെയാകട്ടെ എന്ന് കരുതി കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് ഒഴിവാക്കണം. സംശയവും അസ്ഥിരതയും ബുദ്ധിയെ നശിപ്പിക്കും. കവി പാടിയതുപോലെ, നിങ്ങൾ ഒരു ശരിയായ തീരുമാനത്തിലെത്തിയാൽ അത് നടപ്പിലാക്കാൻ ദൃഢനിശ്ചയം കാണിക്കുക. കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാണിക്കുന്ന സംശയമാണ് ആ തീരുമാനത്തെ നശിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, തീർച്ചയായും UAE എന്നത് സത്യസന്ധമായ ഇച്ഛാശക്തിയുടെയും തളരാത്ത ദൃഢനിശ്ചയത്തിന്റെയും രാജ്യമാണ്. അതിന്റെ കാഴ്ചപ്പാടിലും സത്യസന്ധതയിലും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലും ആ ദൃഢത ദൃശ്യമാണ്. സുചിന്തിതമായ പദ്ധതിയോടും അക്ഷീണമായ പരിശ്രമത്തോടും കൂടി രാജ്യം അതിന്റെ ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു. വിജയത്തിന്റെ വഴികൾ മുറുകെ പിടിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ആയുധമാക്കിയും മനുഷ്യ വിഭവശേഷിയിൽ
നിക്ഷേപം നടത്തിയുമാണ് ഈ കുതിപ്പ്. ചിട്ടയായ തയ്യാറെടുപ്പുകളിലൂടെയും കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തിയും മാത്രമേ ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ സാധിക്കൂ എന്ന് ഈ രാജ്യം ഉറച്ചു വിശ്വസിക്കുന്നു. അതൊരു സുസ്ഥിരമായ പാതയാണ്. വെല്ലുവിളികൾക്കോ പ്രതിസന്ധികൾക്കോ ഈ മുന്നേറ്റത്തെ തടയാനാവില്ല. കവി പാടിയതുപോലെ ദൃഢനിശ്ചയമുള്ളവരുടെ മനക്കരുത്തിനനുസരിച്ചാണ് മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. മാന്യന്മാരുടെ ഔദാര്യത്തിനനുസരിച്ചാണ് ആദരവുകൾ കൈവരുന്നത്. ജനുവരി 17 UAE ദൃഢനിശ്ചയത്തിന്റെ ദിനം ആയി ആഘോഷിക്കുകയാണ്. ഈ ദിവസം UAE അതിന്റെ വിശ്വസ്തരായ ജനതയെ ഓർത്ത് അഭിമാനിക്കുന്നു. ഭരണ നേതൃത്വത്തിന് പിന്നിൽ അടിനിരന്നുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ജനത നേട്ടങ്ങൾ കൈവരിച്ചു. നമ്മുടെ സായുധ സേന വിരോചിതമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുകയും രാജ്യത്തിനായി വലിയ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തു. മാതൃരാജ്യത്തോടുള്ള സ്നേഹം അവർ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. അത്തരക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞു: മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാരുണ്ട്, അല്ലാഹുവോട് തങ്ങൾ ചെയ്ത കരാറിൽ അവർ സത്യസന്ധത പുലർത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൃഢനിശ്ചയം കൈക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പാകപ്പെടുത്തുക. നിങ്ങളുടെ മക്കളെ ആ ഗുണത്തിൽ വളർത്തുക. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനും സാംസ്കാരികമായ ഔന്നിത്യം പടുത്തുയർത്താനും രാജ്യത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അള്ളാഹുവെ, ഞങ്ങളുടെ കാര്യങ്ങളിൽ സ്ഥിരത നീ നൽകണേ അള്ളാഹ്. സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അതിൽ ദൃഢനിശ്ചയവും നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. അള്ളാഹുവെ, ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ സഫലമാക്കി തരണേ അള്ളാഹ്. അള്ളാഹുവെ, നിന്നെ മാത്രം ആരാധിക്കാനും യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവെ, മാതാപിതാക്കൾ ഗുണം ചെയ്യാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. അള്ളാഹുവെ, ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ നീയും അവരുടെ മേൽ കരുണ ചൊരിയണേ അള്ളാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.